നമസ്കാരം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന 21 ലക്ഷത്തിലധികം വ്യാജരേഖകൾ ചമച്ചെടുത്ത സിം കാർഡുകൾ എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഓൺലൈൻ സൈബർ തട്ടിപ്പുകാരെ വീഴ്ത്താൻ ഊരാക്കുടുക്കുമായി ടെലികോം മന്ത്രാലയം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഉപയോഗിക്കുന്ന ഫോണടക്കം പ്രവർത്തനരഹിതമാക്കാനുള്ള നടപടിയും തുടങ്ങി. 21 ലക്ഷം സിമ്മുകൾ ഒറ്റയടിക്ക് റദ്ദാക്കുമെന്നാണ് റിപ്പോർട്ട്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വ്യാജരേഖകൾ ചമച്ചെടുക്കുന്ന സിമ്മുകൾ, അവയുപയോഗിച്ച് നടത്തുന്ന സൈബർ ക്രൈമുകൾ, പണം തട്ടൽ, സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാത്തിനും ഇനി വിലങ്ങു വീഴുമെന്ന് ഉറപ്പാണ്. ഇത് സംബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയമുള്ള സിം കാർഡ് ഉടമകളുടെ ലിസ്റ്റും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ സമർപ്പിച്ച രേഖകൾ വിശദമായി പരിശോധിക്കാനും അവ കൃത്യമല്ലെങ്കിൽ കണക്ഷൻ ഉടൻ തന്നെ റദ്ദാക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് 114 കോടി കണക്ഷനുകൾ പരിശോധിച്ചതിൽ 21 ലക്ഷം സിമ്മുകൾ വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന 9 സിം കാർഡുകൾ എന്ന പരിധി മറികടന്ന് ചില കമ്പനികളും കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഒരു പരിധി വരെ ഈ പദ്ധതി തടയിടുമെന്ന് മനസ്സിലാക്കാം. BSNL, ഭാരതി എയർടെൽ, MTNL, റിലയൻസ് ജിയോ, വോഡാഫോൺ, ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് സംശയമുള്ള ഉപയോക്താക്കളുടെ പട്ടിക മന്ത്രാലയം കൈമാറിയിട്ടുണ്ട്. അടിയന്തരമായി ഇവരുടെ രേഖകൾ വീണ്ടും പരിശോധിച്ച് വ്യാജമെന്ന് കണ്ടെത്തുന്ന കണക്ഷനുകൾ റദ്ദാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നമ്പറുകൾ വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കോ ഓൺലൈൻ തട്ടിപ്പുകൾക്കോ ആയി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് അധികൃതർ സംശയിക്കുന്നത്. തട്ടിപ്പുകൾ പെരുകിയ സാഹചര്യത്തിലായിരുന്നു ഈ പരിശോധന നടന്നത്. ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന 9 സിം കാർഡുകൾ എന്ന പരിധി മറികടന്നും പല കമ്പനികൾ കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. ഈ കണക്ഷനുകളും റദ്ദാക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമലംഘനത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവ ബ്ലോക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറുകൾ വിച്ഛേദിക്കാനും ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം നിലവിലുണ്ട്. വിവിധ പരാതികളെ തുടർന്ന് കേന്ദ്ര ടെലികോം വകുപ്പ് 59 ലക്ഷം തട്ടിപ്പ് സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിം സൂക്ഷിച്ചതിന്റെ പേരിലാണ് ഇതിൽ 17 ലക്ഷം സിം റദ്ദാക്കിയത്. പോലീസിന്റെയും മറ്റും ആവശ്യപ്രകാരം 4 ലക്ഷം റദ്ദാക്കിയിരുന്നു. ഉപയോക്താക്കളുടെ പരാതിയിൽ 23 ലക്ഷം സിം കാർഡുകളും റദ്ദാക്കി. 1.5 ലക്ഷം മൊബൈൽ ഹാൻഡ്സെറ്റുകളും ബ്ലോക്ക് ചെയ്തു. മൊബൈൽ ഹാൻഡ്സെറ്റുകളുടെ IMEI നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം സഞ്ചാർ സാരഥി പോർട്ടലുണ്ട്. സൈബർ നിയമലംഘനത്തിന്റെ പേരിൽ ചില പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്യുന്ന നമ്പർ ഉപയോഗിച്ച് തട്ടിപ്പുകാർ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വെട്ടിപ്പും തുടരുന്നുണ്ട്. നിലവിലില്ലാത്തതും വ്യാജവുമായ രേഖകൾ നൽകിയെടുത്ത സിം കാർഡുകളിൽ ഭൂരിഭാഗവും സൈബർ കുറ്റകൃത്യങ്ങൾക്കോ ഓൺലൈൻ തട്ടിപ്പുകൾക്കോ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതോടെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായി. സഞ്ചാർ സാഥി പോർട്ടലിലൂടെ സിം നിയമാനുസൃതമാണോ എന്ന് ഉപയോക്താക്കൾക്ക് പരിശോധിക്കാം. ഇപ്പോഴത്തെ നടപടി ഒരു തുടക്കമാണെന്നും അധികം വൈകാതെ സൈബർ കുറ്റകൃത്യങ്ങൾ, ഓൺലൈൻ തട്ടിപ്പുകൾ പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിമ്മുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനൊപ്പം ആ സിമ്മുകൾ ഉപയോഗിച്ചിരുന്ന ഹാൻഡ്സെറ്റുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള നടപടികളും ഉണ്ടാവുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന.